നമസ്കാരം. വിരാടൻ രുചിക്കളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കാലമായല്ലോ, അതുകൊണ്ട് ഓണ വിഭവങ്ങളുടെ ഒരു പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഓണ വിഭവങ്ങളുടെ ഒന്നാമത്തെ ഇനമായ പരിപ്പ് കറിയാണ് ഇന്ന് തുടങ്ങുന്നത്. പങ്കാളി, പരിപ്പ് കറി തുടങ്ങുമല്ലേ? അതെ. ഇതിനു വേണ്ടി അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് നമുക്ക് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ആണ്. ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. ഈ പരിപ്പിന് നല്ല ഒരു രുചി ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ പോവുകയാണ്. പരിപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1.5 കപ്പ്, ഒരു അരക്കപ്പ് പരിപ്പിന് 1.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയിട്ട് വേണം നമുക്കിതിനകത്ത് ഇടാൻ. അപ്പോൾ 1.5 കപ്പ് വെള്ളം എടുത്ത പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ആ കഴുകിയ പരിപ്പിടുവാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കഴുകിയ ചെറുപയർ പരിപ്പ് ഇട്ടിരിക്കുകയാണ്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1.5 കപ്പ് വെള്ളം. അതിന് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് എല്ലാം കൂടെ ചേർത്ത് ഉപ്പ് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ ആദ്യം ഒന്ന് ചേർത്ത് നമുക്കിനി 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യും. 2 തുള്ളി വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട. അത് വേറൊന്നിനുമല്ല, ഇത് തിളച്ച് തൂകാതിരിക്കും മേളിലേക്ക്. ഓക്കെ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 2 വിസിൽ ഇട്ടുണ്ട്. 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം പരിപ്പിൻ്റെ. അപ്പം അതിന് വേണ്ടത് 1/2 കപ്പ് ചിരകിയ ഫ്രഷ് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കാൻ പോവാണ്. 1 പച്ചമുളക്, 1 മതി. ചെറിയ ഇതങ്ങനെ എരിവുള്ളൊരു വിഭവമല്ലല്ലോ. 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇത് മൂന്നും നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ഇപ്പോൾ വരാം. മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം പോലെ അരയ്ക്കണ്ട, പക്ഷെ സ്മൂത്ത് ആയിട്ടിരിക്കണം. ഓക്കെ. നമ്മുടെ വിസിലടിച്ചിട്ട് നോക്കാം നമുക്ക്. ഇപ്പം 2 വിസിലായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അതൊന്ന് ആറട്ടെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. നമുക്ക് പരിപ്പിന് ഉപയോഗിക്കാനുള്ള നെയ്യ് തയ്യാറാക്കളയാം. നെയ്യ് തയ്യാറാക്കാനായിട്ട് ആദ്യം ചെറിയുള്ളി. എടുത്തേ? 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറിയുള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കാം. നമുക്കിനി തുറന്നൊന്ന് നോക്കാം. ഓക്കെ. പരിപ്പൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതൊക്കെ ഒരു തവിയുടെ ഇത് വെച്ച് ഒന്ന് ഇങ്ങനെ ഉടച്ച് എടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. പരിപ്പ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പ്, അതായത് അരമുറി തേങ്ങായും ജീരകവും അരജീരകവും 1 പച്ചമുളകും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഇടുകയാണേ. ഈ തേങ്ങയുടെ അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ചെറിയ ചൂടാകാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമുക്ക് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ല ബ്രൈറ്റ് കളർ, യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. നമ്മുടെ ഉപ്പ് കുഴിപ്പോണ്ട. ഇതിപ്പോൾ പാകത്തിനുണ്ട്. തിളയ്ക്കാൻ പാടില്ല. അതാണ് ഇതിനകത്തെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തേങ്ങ അരപ്പിട്ട് കഴിഞ്ഞാൽ തിളയ്ക്കരുത്. ഒന്ന് ചൂടായി മാത്രം വന്നാൽ മതി. പിന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ അനുവദിക്കണ്ട. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണത്തിനുള്ള സദ്യ പരിപ്പ്. അല്ല, ഓണത്തിന് നമ്മൾ പരിപ്പും നെയ്യും അല്ലേ? പരിപ്പും നെയ്യും.
അപ്പോൾ ആ നെയ്യും കൂടെ നമുക്ക് ശരിയാക്കാം അല്ലേ? അതെ. നമ്മൾ ഉള്ളി ഓൾറെഡി അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ പരിപ്പിനൊഴിക്കാനുള്ള നെയ്യും കൂടെ ശരിയാക്കാം. ഓക്കെ. പിന്നെ നമുക്ക് നെയ്യ് തയ്യാറാക്കാം പരിപ്പിനൊഴിക്കാനുള്ളത്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. ഇവിടെ 4 പേർക്കുള്ള ആവശ്യത്തിനാണ് ഈ 2 എടുത്തത്. അവരവരുടെ ആവശ്യത്തിനുള്ള എത്രയാന്ന് വെച്ചാൽ എടുക്കുക. അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അത് ഇതിനകത്തേക്ക് ഇടുക. ഈ ഉള്ളി മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ നെയ്യ് നെയ്യ് മൂത്തുന്നാണ് അതിന്റെ അർത്ഥം. ഉരുക്കിയ നെയ്യ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് നെയ്യ് തയ്യാറാക്കുന്നത്. നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ ഒരു വെറും നെയ്യാണ് കൊണ്ടൊഴിക്കുന്നത്. ഞങ്ങൾ സദ്യക്ക് ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ തരത്തിലൊന്ന് ശ്രമിച്ചു ഒന്ന് തയ്യാറാക്കി നോക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഉള്ളി മുരിഞ്ഞ ഈ നെയ്യ് പരിപ്പിൽ ഒഴിച്ചു കഴിയുമ്പം അസാധ്യ ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ വലിയ ഫ്ലെയിം വേണ്ട, നമുക്ക് ചെറിയ ഫ്ലെയിം ഇട്ട് ഉള്ളി മൊരിയുന്നതാണ് അതിൻ്റെ കണക്ക്. നെയ്യ് മൂത്തതെന്നുള്ളതിൻ്റെ കണക്ക്. ഇപ്പോൾ ഒരു നല്ലൊരു മണം വരും. മൂത്ത് വരുന്നുണ്ടല്ലേ? നമ്മുടെ ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതായത് ഇതായിട്ടുണ്ട് ഈ നെയ്യ്. ഇനി ഓഫ് ചെയ്യുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇത് ഇത്തവണത്തെ സദ്യക്ക് ഈ രീതിയിലൊന്ന് നെയ്യ് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാം അതിൻ്റെ പരിപ്പ് കറി നമ്മുടെ റെഡി ആയത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പും നെയ്യും തയ്യാറായി. നല്ല ഉള്ളി ഇട്ട് മൂപ്പിച്ച നെയ്യാണ്. പരിപ്പിനൊരു അസാധ്യ കോമ്പിനേഷനാണ്. ഓക്കെ. ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു തുടക്കം അല്ലെ, സദ്യയുടെ തുടക്കം എന്ന് പറയുന്നത് പരിപ്പും നെയ്യിലും ആണല്ലോ തുടങ്ങുന്നത്. അതുകൊണ്ട് ബിരാടൻ രുചികളത്തിൻ്റെ ഈ ഓണ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡായിട്ടുള്ള പരിപ്പും നെയ്യും എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത ഓണ വിഭവമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി പങ്കാളി. നമസ്കാരം.